കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തുളസി, പ്രിയാമ്മ പറഞ്ഞ നീ മറക്കരുത്. ഇനി നിന്റെ അമ്മ ദുർഗാമ്മയാ, കേട്ടല്ലോ? അങ്ങനെ കരുതി വേണം ഇനി ദുർഗാമ്മയോട് നീ പെരുമാറേണ്ടത്. എനിക്കിപ്പോ ദുർഗാമ്മയുടെ പഴയ പോലെ വാശിയോ ദേഷ്യമോ ഒന്നും ഇല്ലടാ. ദുർഗാമ്മ എന്തുമാത്രം മാറിയിരിക്കാ. പ്രിയക്കുട്ടിയെ പോലെ തന്നെയല്ലേ ദുർഗാമ്മ ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എന്നെ കെയർ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ദുർഗാമ്മയുടെ അലോഹ്യം കാണിക്കുന്നേ? ശരി, വാ. ദുർഗാമ്മ, നിങ്ങളെ കാണാൻ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ദുർഗാമ്മ എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞങ്ങള് മറ്റെവിടെയും പോയതല്ലല്ലോ, ചെറിയൊരു ഷോപ്പിങ്ങിന് പോയതല്ലേ. ആ, അത് ശരി, നിങ്ങൾ വന്നേ. എന്റെ പൊന്നു മോളെ, നിനക്കിത് പറയാം. പക്ഷെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയൂ? നീ എന്റെ കൺവട്ടത്തുനിന്ന് മാറിയ അപ്പൊ എനിക്ക് ടെൻഷനാവും. ഗർഭിണിയായിരിക്കുന്ന കൊച്ചല്ലേ നീ? ശ്രദ്ധക്കുറവുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആയിപ്പോയാ? പ്രിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ചത് ഞാനാ. അവളുടെ സ്ഥാനത്ത് നിന്ന് മോളെ പരിചരിച്ചോളാന്ന് ഉറപ്പ് കൊടുത്തിട്ടാ പ്രിയെ ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇനി അങ്ങോട്ട് മോളുടെ കാര്യങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്വവും എനിക്കാ. അതുകൊണ്ടേ എനിക്ക് ടെൻഷനാവും. ഇനി മുതൽ നിന്റെ അമ്മ ഞാനാ. അല്ലെങ്കിലും തുളസിയുടെ അമ്മ ദുർഗാമ്മ തന്നെയാണല്ലോ. നീ എന്താ പറഞ്ഞേ? അല്ലമ്മേ, ഇനി എന്നും അമ്മ തുളസിയുടെ അമ്മയെ തന്നെ ഉണ്ടാവണമെന്ന് പറയായിരുന്നു. തുളസിയും ദുർഗാമ്മയെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ കാണും. എനിക്കിപ്പോ എന്റെ പ്രിയമ്മയെ പോലെ തന്നെയാ ദുർഗാമ്മയും. പുറത്തുപോയി വന്ന ശേഷം മോളൊത്തിരി ക്ഷീണിച്ച പോലുണ്ട്. വെയില് കൊണ്ടതുകൊണ്ടായിരിക്കും. എടാ, ഇനി നീ മോളെ കൊണ്ട് എപ്പോ പോയാലും ബൈക്കിൽ പോവരുത്, കാറിൽ പോയാ മതി. ഗർഭിണിയായിരിക്കുന്ന കൊച്ചിനെ കൊണ്ടുപോയി വെറുതെ വെയിൽ ഒളിക്കരുത് കേട്ടോ. മോള് പോയി ഫ്രഷ് ആവും, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി ദുർഗാമ്മ, നീ ഫ്രഷ് ആയിട്ട് വരാം. ചെല്ലേ. നീ കുഞ്ഞിനെ പ്രസവിക്കില്ലടി. നിനക്കിഷ്ടമില്ലാത്തൊരു കുഞ്ഞ് നിന്റെ മോന്റെ ചോരയിൽ എന്തിനീ വീട്ടിൽ പിറക്കണം? നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആദിയുടെ കുഞ്ഞിനെ തുളസി പ്രസവിച്ചാൽ അത് നിനക്കും ഈ കുടുംബത്തിന് നാണക്കേടാണ്, നിന്റെ പരാജയമാണ്. ആ കുഞ്ഞിന്റെ പിറവിയോടെ ഊരും പേരും തന്തയും തള്ളയും ആരാണെന്നറിയാത്ത തുളസിയുടെ മുന്നിൽ നീ അമ്പെ തോറ്റുപോകും ദുർഗേ. ദുർഗേ, നീ തോൽക്കാതിരിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ തുളസിയുടെ വയറ്റിൽ വച്ച് തന്നെ ഇല്ലാതാക്കണം. ഗുളിക തുളസിക്ക് കൊടുത്താൽ സുലു പറഞ്ഞതുപോലെ ഓവർ ബ്ലീഡിങ് വല്ലതും ഉണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്ത് ചെയ്യും? ഈ ഗുളിക കൊടുക്കണോ? കൊടുക്കാതിരുന്ന പിന്നെ എങ്ങനെ തുളസിയുടെ ഗർഭം ആലസിപ്പിക്കും? ദുർഗേ,
ഗുളിക തുളസിക്ക് കൊടുക്കുന്നില്ലേ? അല്ലപ്പച്ചി, അത് ഷോ, എടി കുറച്ച് കഴിയുമ്പോ അവനും അവളും വാതിലടച്ച് കിടന്നുറങ്ങും. അതിനു മുമ്പ് ആ ഗുളിക തുളസിക്ക് കൊടുക്ക. അപ്പച്ചി, ഈ ഗുളിക തുളസിക്ക് കൊടുക്കണോ? അതെന്താ ഇപ്പൊ നിനക്കൊരു മനംമാറ്റം? അത് എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു. എന്ത് തോന്നുന്നു? നിനക്ക് അവളോട് അനുതാപം തോന്നുന്നുണ്ടാവും. നീ അവളെ കുളിപ്പിച്ചൊരുക്കി പൂജയും കർമ്മവും ഒക്കെ നടത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, നീ പോലും അറിയാതെ നീ അവളെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. നിനക്കിപ്പൊ അവളോട് വലിയ സ്നേഹം. അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ മടിക്കുന്നേ. നിനക്ക് നിന്റെ മനസ്സറിഞ്ഞ് ഒത്താശ ചെയ്ത് കൂടെ നിന്ന ഞാനും ആതിരയൊക്കെ മണ്ടികള്. അപ്പച്ചി പറയുന്ന പോലെ എനിക്ക് മനമാറ്റം ഉണ്ടായിട്ടൊന്നും അല്ല. തുളസിയോട് സ്നേഹവും ഇല്ല. ഓ, അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. പിന്നെ നിനക്കെന്താ ഒരു കൺഫ്യൂഷൻ? അല്ല, ഈ ഗുളിക കൊടുക്കുമ്പോ തുളസിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? ഷോ, ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ ഗുളിക തുളസിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയതൊന്നുമല്ല. ഗർഭിണിയാകരുതെന്ന് തീരുമാനിക്കുന്നവർക്ക് വേണ്ടി സാധാരണ ഡോക്ടർമാർ കൊടുക്കുന്ന ഗുളിക തന്നെയാ ഇത്. അപ്പച്ചി, എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാലേ കുടുങ്ങുന്നത് ഞാനാ. നിങ്ങളെ ഒന്നും അത് ബാധിക്കില്ല. അയ്യോ എന്റെ പൊന്നു ദുർഗേ, നീ ഈ വേണ്ടാത്ത ചിന്തകൾ കളഞ്ഞിട്ട് ഇന്ന് തന്നെ ഈ ഗുളിക തുളസിയെ കഴിപ്പിക്കാൻ നോക്ക്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് മടിച്ച് മടിച്ച് ഗുളിക കൊടുക്കാൻ ലേറ്റായാലേ പിന്നെ ഈ ഗുളിക കൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അബോർഷൻ തന്നെ വേണ്ടിവരും. തുളസി അറിയാതെ അവളുടെ സമ്മതമില്ലാതെ അബോർഷൻ നടത്താൻ പറ്റൂ? അതുകൊണ്ട് ഇപ്പോ ഈ രാത്രി തന്നെ നീ തുളസിയെ ഈ ഗുളിക കഴിപ്പിക്കണം. അതിന് നിനക്ക് സാധിക്കൂ? സാധിക്കുമെന്ന്. സുലു, പ്രസാദേട്ടൻ ഇവിടെ ഉള്ളപ്പോ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഇയാൾ ഇവിടെ ഉള്ളപ്പോ തുളസിയുടെ ഗർഭം അലസിപ്പിക്കാൻ പറ്റില്ല. അവൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് പ്രസാദേട്ടൻ ഇവിടുന്ന് മാറ്റണം. മാറ്റിയേ തീരൂ. ദുർഗിജി, ചേച്ചി പറയുന്നൊക്കെ ശരിയാ. സാർ ഇവിടെയുള്ളപ്പോ തുളസിക്ക് ഗർഭം അലസാനുള്ള മരുന്ന് കൊടുക്കുന്നത് റിസ്കാ. അഥവാ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ച പ്രസാദ് സാർ അത് കൈയോട് പിടികൂടുകയും ചെയ്യും. ഗർഭം അലസിപ്പിച്ചതിന്റെ പേരില് സാറ് ചേച്ചിയെ പിടിച്ച് ജയിലിലിടാനും സാധ്യതയുണ്ട്. ഓ, ഇങ്ങനെ നാക്കെടുത്ത് വളക്കില്ല എന്റെ സുലു. അല്ല, ഞാൻ ഈ വരും വരായികകളെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയും പ്രസാദ് സാറിനെ ഇവിടുന്ന് ഒഴിവാക്കിയേ മതിയാവും. പക്ഷെ എങ്ങനെ ഒഴിവാക്കും? ഞാൻ പ്രകോപിപ്പിച്ചാൽ, ഞാൻ വീണ്ടും അയാളുമായിട്ട് വഴക്കുണ്ടാക്കിയ അയാൾ പിന്നെ ഇവിടെ നിൽക്കില്ല. അത് ഉറപ്പാ. ആ, അതുകൊള്ള, അത് നല്ല ബുദ്ധിയാ. ഇനി ഈ വീട്ടിൽ നിന്ന് എന്നോട് വഴക്കിടാൻ പ്രസാദേട്ടൻ തയ്യാറാവില്ല. അതെനിക്കറിയാം. സാറ് വഴക്കിട്ട് പോയാ ചേച്ചി വിജയിച്ചു. പ്രസാദേട്ടൻ വഴക്കിട്ട് പോവും, നീ നോക്കിക്കോ. പക്ഷെ എങ്ങനെ ചേച്ചി സാറുമായി വഴക്കുണ്ടാക്കും? സാറിപ്പോ ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറി പോവല്ലേ? അപ്പൊ പിന്നെ വെറുതെ ഇരിക്കുന്ന ഒരാളുമായി എങ്ങനെ വഴക്കുണ്ടാക്കും? അതിന് ഒരു കാരണം വേണ്ടേ? കാരണത്തിനാണോ പഞ്ഞം? കാരണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ എന്റെ കൂടെ നിന്ന് തന്നാ മാത്രം മതി. ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ എന്ത് കാരണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്ന ചേച്ചി ഒന്ന് പറ. പറയാം.
എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഷോ, അല്ലെങ്കിലും വഴക്കുണ്ടാക്കാൻ ചേച്ചിയെ കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ. നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ സ്ഥിരം വഴക്കാളിയാണെന്നാണോ നീ ഉദ്ദേശിച്ചേ? അയ്യോ, അങ്ങനെ അല്ല ദുർഗേച്ചി. ചേച്ചിയുടെ ബുദ്ധി നന്നായിട്ടുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ശരി ശരി, നീയേ ഞാൻ പറഞ്ഞ പോലെ പോയി ചെയ്. ചെല്ല് സുലു. സാർ, ഫുഡ് എടുത്ത് വെക്കട്ടെ? എനിക്ക് വേണ്ട സുലു, ഞാൻ പുറത്തുനിന്ന് കഴിച്ച. വേണ്ടെങ്കി വേണ്ട. ഇവിടുന്ന് ആഹാരം കഴിക്കാൻ ധൈര്യമില്ലാത്തോണ്ടാ ചിലര് പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് വരുന്നത്. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പേടിയുള്ളവർക്ക് അത് കൊടുക്കണ്ട സുലു. ഞാൻ വിഷം കലർത്തി തരുമെന്ന് കരുതിയിട്ടാണോ ഇവിടുന്ന് ആഹാരം കഴിക്കാത്തത്? പറയൂ, പറയാൻ. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി തരുമെന്നാണോ കരുതുന്നത്? ആദ്യം തുളസിയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ഞാനിവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചത്. ഇപ്പോഴും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഇല്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ ഇവിടെ നിൽക്കും? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ ദുർഗേജി, ചേച്ചിയുടെ ബുദ്ധി അടിപൊളിയാ. പ്രസാദ് സാർ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് ഞാൻ കരുതിയില്ല. നീ വാ. എനിക്ക് എന്നിട്ട് വിശക്കുന്നുണ്ട്, നീ വന്നേ, നമുക്ക് പോയി കഴിക്കാം. എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, നീ പോയി കഴിക്ക. ഏയ്, അതൊന്നും ശരിയാവില്ല, നീ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ആദി? എന്താ ഇവിടെ? തുളസിക്ക് എന്താ വേണ്ടാന്ന് പറഞ്ഞു? ഞാനിവളെ ഫുഡ് കഴിക്കാൻ വിളിക്കായിരുന്നു, ഇവള് വരുന്നില്ല, ഇവൾക്ക് വേണ്ടാന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അത്താഴപ്പട്ടിണി കിടക്കാനോ? അത് പാടില്ല. രാത്രി നിരാഹാരം കിടക്കാനേ പാടില്ല, ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും. എനിക്ക് വേണ്ട ദുർഗാമ്മേ, വിശപ്പില്ലഞ്ഞിട്ടാ. അങ്ങനെയൊക്കെ തോന്നും, എങ്കിലും വല്ലതും കഴിക്കണം, കഴിച്ചേ പറ്റൂ. അയ്യോ ദുർഗാമ്മേ. മോൾ ഇവിടെ ഇരുന്നാ മതി, മോക്ക് കഴിക്കാനുള്ളത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അയ്യോ എനിക്ക് വേണ്ട ദുർഗാമ്മേ, എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവരണ്ട. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. നിന്നെ കഴിപ്പിക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം ഇവന് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് മോൾക്ക് കഴിക്കാനുള്ളതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. വാടാ. വാ, നീ ഇരിക്കെ, ഞാൻ എടുത്തു തരാം. അമ്മേ, തുളസി എങ്ങനെയെങ്കിലും ആഹാരം കഴിപ്പിക്കണം. ഞാൻ കൊടുത്തോളാം, നീ സമാധാനത്തോടെ കഴിക്ക്. മതി മതി. സുലു, നീ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് വാ. പാല് തിളപ്പിച്ചതില്ലേ? ഉണ്ട് ചേച്ചി, ഇപ്പൊ എടുത്തിട്ട് വരാം. നോക്കിയിരിക്കാതെ കഴിക്കടാ. തുളസിക്ക് പാലും ഫ്രൂട്ട്സും കൊടുക്കാം, അതാ അവൾക്ക് നല്ലത്. അമ്മ ഇങ്ങനെ തുളസി കയറിയെന്ന് കാണുമ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. ഇവിടെ ഇപ്പോ ഞാൻ തന്നെയല്ലേ അവളെ കെയർ ചെയ്യേണ്ടത്. അവൾക്കൊരു കുറവും വരുത്താതെ ഞാൻ അവളെ നന്നായി നോക്കിക്കോളാം. ഇപ്പോഴെനിക്ക് സമാധാനമായത്. അല്ല, നീ എന്താ കരുതി എന്നും ഞാനും തുളസിയും തമ്മിൽ പിണക്കത്തിലായിരിക്കുന്നു? മനുഷ്യരല്ലേടാ, ചില നേരത്ത് ചില ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. ഞാനും തുളസിയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചതാണെന്ന് കരുതിയാൽ മതി. ഇനി ഏതായാലും ഞങ്ങൾക്കിടയിൽ ഒരു അലോസരവും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അവൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്നല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല അവള് പെരുമാറുന്ന. അമ്മേ, അവള് വെറും പാവാ. അവള് പാവാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി മോനെ. ഞാനത് തിരിച്ചറിയാൻ വൈകിപ്പോയി. ജയിക്കാൻ വേണ്ടി ഞാനും അവളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് ആലോചിക്കുമ്പോ എനിക്കിപ്പോ പ്രയാസം തോന്നുക. അതൊക്കെ അമ്മ മറക്കണം. അതൊക്കെ ഞാൻ മറന്നു.
തുളസി ഇപ്പൊ എന്റെ മോളല്ലേ, അവളുടെ സന്തോഷമാണ് ഇനി എന്റെ സന്തോഷം. നീ കഴിക്കേ. ചേച്ചി പാല്. ഞാനിത് തുളസിക്ക് കൊടുത്തിട്ട് വരാം. ശരി അമ്മേ. ആദ്യമോനെ കുറച്ചുകൂടി കഴിക്കേ. വേണ്ട ആന്റി. കുറച്ചുകൂടി കഴിക്ക്. വേണ്ട, അതാ. ഇന്ന് നിന്റെ ഗർഭം അലസിപ്പോടി. നിനക്കെന്റെ മോന്റെ കുഞ്ഞിനെ പ്രസവിക്കണം അല്ലേ? നിന്റെ മോഹം ഇന്ന് അവസാനിക്കൂടി. തുളസി, മോളെ തുളസി. ആ അയ്യോ, ദുർഗാമ്മ എന്തിനാ ഇതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഒന്നും കഴിക്കാതെ കിടക്കാൻ പാടില്ലെന്ന്. ഇതിപ്പോ പാലും കുറച്ച് ആപ്പിളും അല്ലേ ഉള്ളൂ, ഈസി ആയിട്ട് കഴിക്കാം. ദേ ആദ്യം ഈ പാല് കുടിക്കേ. എനിക്ക് വേണ്ട ദുർഗാമ്മ. പറ്റില്ല, പാല് കുടിച്ചേ പറ്റൂ. അത് കഴിഞ്ഞിട്ടതാ ഇതും കഴിക്കണം. പ്ലീസ് ദുർഗാമ്മ, ഇന്നത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്ക്. നാളെ മുതൽ ഞാൻ കൃത്യമായിട്ട് കഴിച്ചോളാം. ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നാളത്തെ കാര്യം. ദേ വെറുതെ നിർബന്ധം പിടിക്കാതെ നീ പാല് കുടിച്ചേ. വേണ്ട ദുർഗാമ്മ. ഇത് കുടിച്ചേ പറ്റൂ. കുടിക്ക്, മടി പിടിക്കാതെ കുടിക്ക്.
കുടിക്ക് തുളസി. എന്താ എന്തു പറ്റി? ഇപ്പൊ ഈ പാല് കുടിച്ചാൽ ഞാൻ വൊമിറ്റ് ചെയ്യും ദുർഗാമ്മ. അതങ്ങ് തന്നേക്ക്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നീട് കുടിച്ചോളാം. അല്ല, അപ്പോ നീ ഇത് കുടിക്കുന്നില്ലേ? കുടിച്ചോളാം ദുർഗാമ്മ.